വികസനങ്ങളൊന്നും വന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഒരു സംസ്ഥാന സർക്കാർ, അങ്ങനെ ഇന്ത്യയിലെ 28 സംസ്ഥാന സർക്കാരുകൾ, 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ, എല്ലാം ഭാരതത്തിന്റെ മണ്ണാണ്, ഭാരതത്തിന്റെ മക്കളാണ്. ഭാരതത്തിന് അങ്ങനെ 143 കോടി ജനത, അത്രയും പേർക്ക് വോട്ടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആ സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടി എണ്ണം തികച്ച്, എണ്ണം കവിഞ്ഞ് ശക്തിമത്തായ ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആ സർക്കാരിന്റെ പൂർവ്വകാല 10 വർഷ ചരിത്രം എന്ന് പറയുന്നത് ശരിക്ക് വിലയിരുത്തിയാണ് 3ാം തവണയും കേന്ദ്രത്തിൽ അങ്ങനെ ഒരു സർക്കാരിനെ തെരഞ്ഞെടുത്തത്. ഓരോ വിഷയങ്ങൾ കൊണ്ടുവന്നപ്പോഴും ഇവിടെ പ്രമേയം പാസാക്കുന്ന സർക്കാരായിട്ടാണ് കേരള സർക്കാർ നടന്നിട്ടുള്ളത്. വഖഫ് വിഷയമായാലും ശരി തന്നെ, CAA ആയാലും ശരി തന്നെ, ഇതൊന്നും ചർച്ചയ്ക്കാക്കേണ്ട വിഷയമല്ല. ഇവിടെ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയം എന്തെന്ന് നിങ്ങൾ നിശ്ചയിക്കണം. ഓരോ രാഷ്ട്രീയ ഇലക്ഷൻ പ്രചരണ വേദിയിലും വാരിക്കോരിയിട്ട് പോകുന്ന വിഷയങ്ങളെ സംബന്ധിച്ചല്ല യഥാർത്ഥ വിഷയം നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചത്, ഇനി സംബന്ധിക്കാൻ പോകുന്നത്, ഇനി സംബന്ധിക്കാൻ അനുവദിച്ചു കൂടാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് പരിപൂർണമായ മനസ്സിലാക്കൽ നിങ്ങൾ ഉണ്ടായാൽ രാഷ്ട്രീയ പ്രബുദ്ധത അല്ല ഇനി കേരളത്തിന് വേണ്ടത്. അത് നാശം മാത്രമേ വരുത്തി വച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കലിന്, കണ്ടെത്തലിലൂടെ മനസ്സിലാക്കലിന്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. മനസ്സിലാക്കിയാൽ അത് മനസ്സിലിരുത്തുന്ന രാഷ്ട്രീയം നിങ്ങൾക്ക് വേണം. മനസ്സിലിരുത്തി ഒരു നിശ്ചയത്തിലെത്തുന്ന നിശ്ചയ രാഷ്ട്രീയം നിങ്ങൾക്ക് വേണം.